പാരീസിന്റെ അതിരുകൾക്കപ്പുറത്ത് പെരിഫറിക് എന്ന റിംഗ് റോഡിനുമപ്പുറം ബോണ്ടി എന്നൊരു നഗരപ്രാന്തമുണ്ട്. അത് പാരീസ് അല്ല. സാമ്രാജ്യത്വത്തിന്റെ പഴയ കോളനികളിൽ നിന്ന് വേരറ്റുപോന്ന മനുഷ്യർ കോൺക്രീറ്റ് ഫ്ളാറ്റുകളുടെ തടവറകളിൽ തങ്ങളുടെ ആയുസ്സും വരും തലമുറകളെയും തോമിച്ച ഇടം. തെളിഞ്ഞ ആകാശമുള്ള നാളുകളിൽ ബോണ്ടിയിലെ ആകാശമുട്ടികളിൽ നിന്ന് നോക്കിയാൽ പാരീസ് നഗരത്തിന്റെ പ്രഭ കാണാം. ആ പ്രഭ ഒരു വാഗ്ദാനമാണ്. പക്ഷേ അങ്ങോട്ടേക്കുള്ള ദൂരം ഒരു ജന്മത്തോളം നീളമുള്ളതാണ്. കിലിയൻ എംബാപ്പെ വളർന്നത് ബോണ്ടിയിലാണ്. അമ്മ അൾജീരിയൻ കബൈൽ വംശജ, അച്ഛൻ ക്യാമറൂൺകാരൻ. ആഫ്രിക്കയിൽ നിന്നും കരീബിയൻ ദ്വീപുകളിൽ നിന്നും വണ്ടിയിറങ്ങിയ നൂറുകണക്കിന് മനുഷ്യരുടെ മക്കൾ ഒരു അസാധ്യ സ്വപ്നത്തിന് പിന്നാലെ പാഞ്ഞ അതേ കോൺക്രീറ്റ് മൈതാനങ്ങളിൽ അവൻ പന്തുതട്ടി. 19-ാം വയസ്സിൽ അവൻ ലോകകപ്പ് ഫൈനലിൽ വലകുലുക്കി. 23-ാം വയസ്സിൽ മറ്റൊരു ഫൈനലിൽ ഹാട്രിക് തികച്ചു. 27-ാം വയസ്സിൽ 2026-ന്റെ ഈ വേനലിൽ അവൻ അറ്റ്ലാന്റിക്കിനപ്പുറത്തേക്ക് വിമാനം കയറുകയാണ്. തങ്ങൾ അവനെ സ്നേഹിക്കണോ അതോ വെറുക്കണോ എന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു ജനതയുടെ മുഴുവൻ ഭാരവും ചുമലിലേറ്റി. ഒരിക്കൽ സാക്ഷാൽ സിനദിൻ സിദാൻ ലോക കിരീടമുയർത്തി ഇപ്പോഴത്തെ കോച്ച് ദേശംസിന് നൽകുമ്പോൾ അന്നും കേട്ടു. 2022-ലെ ലോകകപ്പ് ടീമിലെ 25 കളിക്കാരിൽ 19 പേരും വംശീയമായി കുടിയേറ്റക്കാരുടെ മക്കളായിരുന്നു. അൾജീരിയ, കാമറൂൺ, കോങ്കോ, മാലി തുടങ്ങിയ ദേശങ്ങളുടെ ചോരയൊഴുകുന്നവർ. ഇത് ഒരു അവിചാരിത സംഭവമല്ല. ഇത് തന്നെയാണ് യഥാർത്ഥ ഫ്രാൻസ്. 2018-ൽ ലോക കിരീടം ചൂടിയ ഫ്രഞ്ച് പടയിലെ 87% പേരും കുടിയേറ്റ പാരമ്പര്യമുള്ളവരായിരുന്നു. അധികാരികൾ മറക്കാൻ ആഗ്രഹിച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിറഞ്ഞ ആ ചേരികളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമിനെ ഉരുവാക്കിയത്. ഫ്രാൻസിന്റെ കൊളോണിയൽ ചരിത്രം ആഴമേറിയതും ചോരമണക്കുന്നതുമാണ്. പടിഞ്ഞാറൻ ആഫ്രിക്ക മുതൽ വടക്കൻ ആഫ്രിക്ക വരെ അവർ സാമ്രാജ്യത്വം സ്ഥാപിച്ചു. ആ സാമ്രാജ്യങ്ങൾ തകർന്നപ്പോൾ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഫ്രാൻസിനെ പുനർനിർമ്മിക്കാൻ അവർ ഈ മനുഷ്യരെ അമ്മ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഫാക്ടറികളിലും നിർമ്മാണ സ്ഥലങ്ങളിലും അവർ അടിമകളെ പോലെ പണിയെടുത്തു. ആ മനുഷ്യരുടെ മക്കൾക്ക് മുന്നിൽ പന്തു കളിക്കാൻ ആകെ ഉണ്ടായിരുന്നത് നഗരപ്രാന്തങ്ങളിലെ കോൺക്രീറ്റ് തറകൾ മാത്രമായിരുന്നു. ഒരു ഫുട്ബോൾ വൻ ശക്തിയാകുന്നതിന് മുമ്പ് ഫ്രാൻസ് നാണക്കേടിന്റെ നിഴലിലായിരുന്നു. 1930-കൾ മുതൽ 70-കൾ വരെ വലിയ വേദികളിൽ അവർ നിരന്തരം പരാജയപ്പെട്ടു. ഇതിനൊരു പരിഹാരമായി 1970-കളിൽ ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ സെന്റേഴ്സ് ഡി ഫോർമേഷൻ എന്ന പേരിൽ അക്കാദമികൾ തുടങ്ങി. അതിൽ ഏറ്റവും വിഖ്യാതമായ ഒന്നാണ് ക്ലെയർ ഫോണ്ടെയിൻ. ഫ്രഞ്ച് അക്കാദമികൾ ചേരികളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പ്രതിഭകളെ കണ്ടെത്തിയത്. കുടിയേറ്റക്കാർ ഫ്രഞ്ച് ഫുട്ബോൾ പിടിച്ചടക്കിയതല്ല, ഫ്രഞ്ച് ഫുട്ബോൾ അവരെ തേടിപ്പോയതാണ്. സെന്റ് ഡെനീസ്, പാരീസ്, ജൂലൈ 12, 1998. സ്റ്റേറ്റ് ദി ഫ്രാൻസിലെ 100,000 മനുഷ്യർ. ചാംസ് എലീസയിലെ ജനസമുദ്രം. എതിർവശത്ത് ബ്രസീൽ എന്ന വൻമരം. അവിടെയാണ് അൾജീരിയയുടെ മകൻ സിനദിൻ സിദാൻ വായുവിൽ ഉയർന്നു പൊന്തി 2 തവണ ബ്രസീലിന്റെ വല കുലുക്കിയത്. ഫ്രാൻസ് 3-0 ലോകം കീഴടക്കി. അന്ന് ആ വിജയം ആഘോഷിക്കപ്പെട്ടത് ബ്ലാക്ക് ബ്യൂർ എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു. സിദാന്റെ മുഖം പാരീസിലെ ആർക്ക് ഡി ട്രയോംഫിന് മുകളിൽ 30 മീറ്റർ ഉയരത്തിൽ പ്രൊജക്ട് ചെയ്യപ്പെട്ടു. നെപ്പോളിയൻ തന്റെ സാമ്രാജ്യത്വ വിജയം ആഘോഷിക്കാൻ നിർമ്മിച്ച ആ സ്മാരകത്തിന് മുകളിൽ ഒരു അൾജീരിയൻ മകന്റെ മുഖം തെളിഞ്ഞു നിന്നത് ഒരു ചരിത്ര കാവ്യമായിരുന്നു. തങ്ങൾ ഒന്നാണെന്ന് ഫ്രാൻസ് അന്ന് വെറുതെ വിശ്വസിച്ചു. പക്ഷേ ആ ഐക്യം നിബന്ധനകൾക്ക് വിധേയമായിരുന്നു. തോൽക്കരുത്. ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരെ ഇന്നും സമ്മാനിക്കുന്നു. വാതുവെപ്പുകാരും തന്ത്രജ്ഞരും ഇപ്പോഴും അവർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊരു അത്ഭുതപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ചവർ നിങ്ങളാണെന്ന അറിവ്. സ്വന്തം പൂർവികരെ അടിമകളാക്കിയ ഒരു സാമ്രാജ്യത്വത്തിന്റെ നീലക്കുപ്പായമാണ് താൻ ധരിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ്. ഓരോ കുതിപ്പിലും ഭൂതകാലത്തിന്റെ പ്രേതങ്ങളെയും ഭാവിയുടെ തീവ്രമായ പ്രതീക്ഷകളെയും ഒരുമിച്ച് പേറുക എന്നത്. സിദാൻ ഇരുട്ടിലേക്ക് നടന്നകന്നു, എംബാപ്പയ്ക്ക് വെളിച്ചത്തിലേക്ക് ഓടിക്കയറാൻ വേണ്ടി. രണ്ടുപേരും തങ്ങളെക്കൊണ്ട് എന്തു ചെയ്യണമെന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തിന്റെ രാജാക്കന്മാരാണ്.